അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സർഗവസന്ത പെയ്യുന്ന ഈ വേളയിൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാം. ഞാൻ പറയുന്ന കഥയുടെ പേര് വിസ്മയിപ്പിച്ച വിരുന്നു സൽക്കാരം എന്നാണ്. വിശപ്പ്, കൊടും വിശപ്പ്, അതിശക്തമായ വിശപ്പ്. യുദ്ധമുഖത്തവർ കടങ്ങിയേറുകയാണ്. ഈ രംഗം കണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു ഒട്ടും സഹിച്ചില്ല. ജാബിർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നോ കൂട്ടുകാരെ? ഒരാട്ടിൻകുട്ടിയെയും അല്പം ഗോതമ്പുമാവും സംഘടിപ്പിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി ഭാര്യയായ സുഹൈലാബിയെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല! ഭർത്താവിന്റെ പരിഭ്രമത്തോടുള്ള വിളി കേട്ട് സുഹൈല ബീവി റളിയല്ലാഹു അൻഹു ഭർത്താവിന്റെ മുന്നിൽ വന്നു നിന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശക്കുന്നു, നീ വേഗം ചെന്ന് ഭക്ഷണം ഉണ്ടാക്ക്. ജാബിർ റളിയല്ലാഹു അൻഹു കത്തി മൂർച്ചയാക്കി ആടിനെ അറുത്തു. അതിവേഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കാൻ അവിടുത്തെ ചാരത്തേക്ക് നീങ്ങി. പിന്നെ വീട്ടിൽ നടന്നതൊന്നും ജാബിർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. എന്താണെന്നോ, ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുത്ത രംഗം തൻ്റെ മക്കളായി 2ഉം 4ഉം വയസ്സുള്ള പിഞ്ചു മക്കൾ നോക്കി കണ്ടിരിക്കുന്നു. മൂത്തവൻ ഇളയവനോട് ചോദിച്ചു, അനിയ, ഉപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ നിന്നെയും മറുക്കട്ടെ? എന്താ അറിവെന്നും എന്താ മരണമെന്നും അറിയില്ലല്ലോ അവർക്ക്. പിഞ്ചു മക്കളല്ലേ അവർ. മൂത്തവൻ ഇളയവനെ മലർത്തി കിടത്തി. ഉപ്പ എങ്ങനെയാണോ ആടിനെ അറുത്തത് അതുപോലെ അറുത്തു. സുബ്ഹാനല്ലാഹ്! നക്ഷത്രപ്പൂക്കൾ പോലെ രക്തം ചാലിട്ടൊഴുകി, പേശികൾ വലിഞ്ഞു മുറുകി, അടയാൻ പോകുന്ന കണ്ണുകൾ ഇക്കാക്കയെ ദയനീയമായി നോക്കി. മൂത്തവൻ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് പരിഭ്രമത്തോടെ ഓടി. അതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. മൂത്തവൻ കത്തിയുടെ മുകളിലേക്ക് തെന്നി വീണു. മൂത്തവൻ അതാ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാലില്ല, ഇത് സ്നേഹനിധിയായ ഉമ്മ എങ്ങനെ താങ്ങും? ഇല്ല, ലോകത്തൊരുമ്മക്കും ഇത് താങ്ങാൻ കഴിയില്ല. അതാ അപ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വീട്ടിലെത്തി. സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു മനസ്സിലെ ഒരു ഭാഗത്ത് മക്കളോടുള്ള അതിതീരാത്ത പ്രണയം, മറുഭാഗത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിതീരാത്ത പ്രണയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹു ഒരു വിളി. സുഹൈല, ഓ സുഹൈല! മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം എടുത്തു വെക്ക്. സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ഒരു കുളിര് വീശി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കാനിരുന്നതിന് ശേഷം ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ജാബിർ റളിയല്ലാഹു, നിങ്ങളുടെ 2 മക്കൾ എവിടെ? ജാബിർ റളിയല്ലാഹു അൻഹു അത് സുഹൈല ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. സുഹൈല ബീവി റളിയല്ലാഹു അൻഹു പലതരത്തിലും കാര്യം മാറ്റാൻ നോക്കി, നടന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ ആ സത്യം സുഹൈല ബീവി റളിയല്ലാഹു അൻഹ വെളിപ്പെടുത്തി. ജാബിർ റളിയല്ലാഹു അൻഹു അത് വിഷമത്തോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വേണ്ട, ഞാൻ തന്നെ അവരെ വിളിക്കാം. ജാബിറിന്റെ 2 മക്കളെ, വരൂ. അത്ഭുതം, അത്യത്ഭുതം! അതാ രക്തത്തിൽ പുതച്ചു കിടക്കുന്ന പിഞ്ചു മക്കൾ അനുസരണയുള്ള മക്കളെ പോലെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നു നിന്നു. അതങ്ങനെയാണല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാൽ ആരും വരുമെന്നാണല്ലോ. ഇത് അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. ഈ വിസ്മയം തീർത്ത വിരുന്നു സൽക്കാരത്തിന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീടും സാക്ഷിയായി. ഈ കഥയിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും വായിച്ചെടുക്കാമല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിതീരാത്ത പ്രണയം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ ഈമാൻ നമുക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ കൊച്ചു കഥ ഞാൻ ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.